1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ കോൺഗ്രസിനുണ്ടായിരുന്ന ജനപിന്തുണ, ആ ജനപിന്തുണ അഭൂതപൂർവമായിരുന്നു. ആ ജനപിന്തുണ ഒരുപക്ഷെ കോൺഗ്രസുകാരെ, അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിരുന്നത് രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നായിരുന്നു. അതിനെതിരായിട്ട് രാജ്യത്ത് നിലവിലുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് ഇന്ത്യ ഭരിക്കും എന്ന് സ്വപ്നം കണ്ടിരുന്ന, ഇന്ത്യ ഭരിക്കും എന്ന് ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുഴക്കിയിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു, അന്ന് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം നമ്മൾ ഇന്ന് കാണുന്നത് പോലെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നില്ല. കേരളത്തിന് പുറത്ത് മഹാരാഷ്ട്രയിലും പഞ്ചാബിലും ഉത്തർപ്രദേശിലും ബീഹാറിലും ബംഗാളും ത്രിപുരയും ഒക്കെ സമീപകാലം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലത്ത് ഞാൻ ഈ പറഞ്ഞ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ, കർണാടകം ഉൾപ്പെടെ, തമിഴ്നാട് ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങൾ അപൂർവമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ട് അതുകൊണ്ട് തന്നെയാണ് ശ്രീ എ കെ ഗോപാലൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന, മലയാളിയായിരുന്ന ശ്രീ എ കെ ഗോപാലൻ ഇന്ത്യയിലെ പ്രഥമ പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ മുഴക്കിയിരുന്ന മുദ്രാവാക്യം ഇന്നത്തെ പോലെ CPM-ഉം CPI-യുമായിട്ട് രണ്ടായി വേർതിരിഞ്ഞ് നിൽക്കുന്നതിന് പകരം ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ നിലവിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴക്കിയിരുന്ന മുദ്രാവാക്യമായിരുന്നു ആഫ്റ്റർ നെഹ്റു EMS. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്താൻ നെഹ്റുവിന് ശേഷം അടുത്ത പ്രധാനമന്ത്രി EM ശങ്കരൻ നമ്പൂതിരിപ്പാടായിരിക്കും, EMS ആയിരിക്കും എന്നുള്ള മുദ്രാവാക്യം മുഴക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ പരിചിതമല്ലാത്ത രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കാനാണ്, മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പക്ഷേ നെഹ്റുവിന് ശേഷം EMS അല്ല, നെഹ്റുവിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും നിരവധി പ്രധാനമന്ത്രിമാർക്ക് ശേഷവും ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ന് വരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പതാക ഉയർത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിട്ട് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയും അതിനുശേഷം ഇന്ന് നരേന്ദ്രമോദിയും ഡൽഹിയിലെ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പതാക ഉയർത്താനുള്ള അവസരം 11 കൊല്ലമായിട്ട് നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നു. അതിനു മുൻപുള്ള 6 വർഷക്കാലം ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് ലഭിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ വിത്തുപാകിയ വ്യക്തിയായിരുന്നു ശ്രീ ദീനദയാൽ ഉപാധ്യായ. 1950-ൽ ഭാരതീയ ജനസംഘത്തിന് രൂപം നൽകിക്കൊണ്ട് ശ്രീ ശ്യാമപ്രസാദ് മുഖർജി നെഹ്റു മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ശ്യാമപ്രസാദ് മുഖർജി നെഹ്റുവിന്റെ തെറ്റായിട്ടുള്ള നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യയുടെ വികസനത്തിനും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും എതിരായിട്ടുള്ള ആ നിലപാട് കൈക്കൊണ്ട ജവഹർലാൽ നെഹ്റുവിന്റെ നയങ്ങളോട് വിയോജിച്ചുകൊണ്ട് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് ഭാരതീയ ജനസംഘത്തിന് തുടക്കം കുറിച്ചപ്പോ ആ ഭാരതീയ ജനസംഘത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ചുമതലയേറ്റ വ്യക്തിയായിരുന്നു ശ്രീ ദീനദയാൽ ഉപാധ്യായ. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കാണിച്ച അദ്ദേഹത്തിന്റെ ലാളിത്യം, അദ്ദേഹത്തിന്റെ എളിമ, അത് ഇന്നും രാഷ്ട്രീയ രംഗത്ത് എതിരാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആദരവോടുകൂടി സ്മരിക്കുന്നതാണ്. 1968, 69 വർഷങ്ങളിൽ ഭാരതീയ ജനസംഘത്തിന്റെ
ദേശീയ സമ്മേളനം കോഴിക്കോട് നടന്നിരുന്നു. ആ ദേശീയ സമ്മേളനം മാനാഞ്ചിറ മൈതാനിയിൽ ശ്രീനാരായണ നഗറിൽ നടന്ന ദേശീയ സമ്മേളനം ഇന്ന് ശ്രീനാരായണ ഗുരുദേവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ രംഗത്തുണ്ട്. പക്ഷേ ഭാരതീയ ജനസംഘം ശ്രീനാരായണ ഗുരുദേവനെ അംഗീകരിച്ചത് ഇന്നത്തെ കാലത്തല്ല. 1968 ആദ്യമായിട്ട് ഭാരതീയ ജനസംഘത്തിന്റെ സമ്മേളനം നടന്നപ്പോ ആ സമ്മേളന നഗരിക്ക് നൽകിയ പേര് ശ്രീനാരായണ നഗർ എന്നായിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് ഭാരതീയ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ദീനദയാൽ ഉപാധ്യായ, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ സ്മരിക്കുന്ന ചില ആളുകളെ ഞാൻ നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അവരൊക്കെ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് ജനസംഘത്തിന്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ, ആ സമ്മേളനത്തിൽ ഓരോ ദിവസവും സമ്മേളന പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം താൻ ധരിച്ച വസ്ത്രം സ്വയം കഴുകി വൃത്തിയാക്കുന്ന, രാത്രി തിരിച്ച് താമസിക്കുന്ന സ്ഥലത്ത് ഹോട്ടൽ മുറിയിലെത്തി സ്വന്തം അന്ന് ധരിച്ചിട്ടുള്ള വസ്ത്രം സ്വയം കഴുകി വൃത്തിയാക്കുന്ന ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ദീനദയാൽ ഉപാധ്യായ. അന്ന് ഭാരതീയ ജനസംഘം അതിന്റെ ശൈശവാവസ്ഥ കഴിഞ്ഞ് അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായി. 1968 ജനസംഘത്തിന്റെ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ സംയുക്ത വിധായക് ദൾ സർക്കാരുകളിൽ മന്ത്രിമാരായിട്ടുള്ള ആളുകളായിട്ട് ഭാരതീയ ജനസംഘത്തിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഭാരതീയ ജനസംഘം ഈ രാജ്യത്തിന്റെ പ്രധാന പ്രതിപക്ഷമായിട്ട് മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. 67 തെരഞ്ഞെടുപ്പിലാണ് അത് സംഭവിച്ചത്. ആ 67 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷത്തിന്റെ ആ പാർട്ടിയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ, ആ ദേശീയ അധ്യക്ഷനായിട്ടാണ് ദീനദയാൽ ഉപാധ്യായ കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, രാഷ്ട്രീയ എതിരാളികളുടെ കറുത്ത കരങ്ങൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ബലമായിട്ട് സംശയിക്കാവുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് സമ്മേളനം കഴിഞ്ഞ് 41ാമത്തെ ദിവസം ബീഹാറിൽ മുഗൾസരായ റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്കിൽ 41ാം ദിവസം രാവിലെ ദീൻദയാൽ ഉപാധ്യായയുടെ മൃതദേഹമാണ് കാണപ്പെട്ടത്. ലക്നൌവിൽ നിന്ന് പാറ്റ്നയിലേക്ക് തീവണ്ടി മാർഗം തലേ ദിവസം രാത്രി യാത്ര ചെയ്ത് രാവിലെ പാറ്റ്നയിൽ എത്തേണ്ടിയിരുന്ന അദ്ദേഹത്തെ കാത്തുനിന്ന ആളുകൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് അറിയാൻ കഴിഞ്ഞത് പാറ്റ്ന റെയിൽവേ സ്റ്റേഷനും അല്പം അകലെ മുഗൾസരായ് സ്റ്റേഷനിലെ ട്രാക്കിൽ ദീൻദയാൽ ഉപാധ്യായയുടെ മൃതദേഹമാണ് കണ്ടത്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ രാഷ്ട്രീയ അധ്യക്ഷൻ, ആ രാഷ്ട്രീയ അധ്യക്ഷനാണ് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഈ തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് പ്രതിപക്ഷത്തിന് നൽകേണ്ട മഹത്വത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ കോൺഗ്രസുകാരുടെ ഇടയിലും പ്രതിപക്ഷത്ത് കേരളത്തിലെ ഭരണകക്ഷിയൊക്കെ ഇന്ത്യ സഖ്യത്തിന്റെ സഖ്യകക്ഷികളൊക്കെ പ്രസംഗിക്കുമ്പോ ഇന്ത്യയിലെ കോൺഗ്രസ് ഭരണകാലത്ത് പ്രതിപക്ഷത്തിന്റെ ദേശീയ അധ്യക്ഷൻ, ആ ദേശീയ അധ്യക്ഷന് നേരിട്ട ദുർഗതി, ആ മരണം ദുരൂഹമായിട്ട് ഇന്നും തുടരുന്നു. ആ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെയാണ്, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭ്യമാക്കാൻ, അല്ലെങ്കിൽ ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള ആ മരണത്തിന്റെ ദുരൂഹത വെളിച്ചത്ത് കൊണ്ടുവരാൻ, ആ ദുരൂഹത നീക്കാൻ പോലും അന്നത്തെ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ സന്നദ്ധരായിരുന്നില്ല. ഞാനിത് പറയുന്നത്, അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് വിത്തുപാകിയ വ്യക്തി എന്നുള്ള നിലയിൽ, അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആശയങ്ങൾക്ക് ബദലായി ഇന്ത്യയുടെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ ആശയം
രാഷ്ട്രീയ ആദർശം, ആ ആദർശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഭാരതീയ ജനസംഘം വളർന്നു വന്നത്. മനുഷ്യനെ ഭൗതിക ജീവിയായിട്ട് മാത്രം കണ്ട പാശ്ചാത്യ ദർശനങ്ങൾ, അത് മുതലാളിത്തമാണെങ്കിലും കമ്മ്യൂണിസമാണെങ്കിലും, മുതലാളിത്തവും കമ്മ്യൂണിസവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ആ രണ്ട് ആശയങ്ങളും മനുഷ്യനെ ഭൗതിക ജീവിയായിട്ട് മാത്രം കണ്ട സാഹചര്യത്തിൽ മനുഷ്യൻ കേവലം ഭൗതിക ജീവിയല്ല, ഭൗതികം എന്നുള്ളതിനപ്പുറത്തുള്ള മനുഷ്യന്റെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, മനുഷ്യന്റെ വ്യത്യസ്തമായിട്ടുള്ള വശങ്ങൾ, ശരീരവും ബുദ്ധിയും മനസ്സും ആത്മാവും ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു സമഗ്ര മനുഷ്യനെ കുറിച്ച് വിശകലനം ചെയ്ത് ആ സമഗ്രമായിട്ടുള്ള സന്തുഷ്ടി, സംതൃപ്തി, ആ സന്തോഷം ഓരോ വ്യക്തിക്കും ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന്റെ ക്ഷേമം ഉറപ്പുവരുന്നത് എന്ന് വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമ്പത്തിക നിലപാടും നയങ്ങളും, ആ നയങ്ങൾ സൃഷ്ടിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ ദീനദയാൽ ഉപാധ്യായ. അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമായിരുന്നു ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം. അദ്ദേഹം പറഞ്ഞത് അന്ത്യോദയ എന്നുള്ള സങ്കല്പം, അതായത് ഈ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായിട്ടുള്ള ആളുകളെ, ആ ആളുകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ സമൂഹത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ഉന്നമനം സാധ്യമായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ, കരുതാനാവുകയുള്ളൂ. അങ്ങനെയുള്ള ഏകാത്മ മാനവ ദർശനം, ആ ഏകാത്മ മാനവ ദർശനമാണ് ഇന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെയും മാർഗദീപമായിട്ട്, വഴിവിളക്കായിട്ട് പ്രശോഭിക്കുന്നത്. അന്ത്യോദയയിലൂടെ സർവോദയം, അവസാനത്തെ വ്യക്തിയെയും കൈപിടിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി ഈ സമൂഹത്തിലെ എല്ലാവരുടെയും ഉന്നമനം സാധ്യമാകും എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അന്ത്യോദയയിലൂടെ സർവോദയം എന്നുള്ള ദീനദയാൽ ഉപാധ്യായ മുന്നോട്ട് വെച്ച ആശയത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഞാനിത് പറയാൻ കാരണം, ഈ ലോകത്ത് നിരവധി പ്രത്യയശാസ്ത്രങ്ങൾ, ആ പ്രത്യയശാസ്ത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, ഉയർന്നു വന്നിട്ടുണ്ട്, അതില്ലാതായിട്ടുമുണ്ട്. കമ്മ്യൂണിസം അത്തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രമായിരുന്നു. ഒരു കാലത്ത് മനുഷ്യന്റെ മുഴുവൻ തന്നെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ആശയമായിരുന്നു കമ്മ്യൂണിസം. എല്ലാവരും സമന്മാരായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം, ആ വലിപ്പ ചെറുപ്പങ്ങളില്ലാത്ത ഒരു സാഹചര്യം, സമ്പന്നനും ദരിദ്രനും എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കാത്ത ഒരു സ്ഥിതി, അങ്ങനെയുള്ള ഒരു വ്യത്യാസം നിലനിൽക്കാത്ത സ്ഥിതി, ഇതെല്ലാം കമ്മ്യൂണിസത്തിന്റെ ഉദാത്തമായിട്ടുള്ള ലക്ഷ്യങ്ങളായിരുന്നു. പക്ഷെ ആ കമ്മ്യൂണിസം എവിടെയെങ്കിലും പ്രാവർത്തികമായോ? കമ്മ്യൂണിസം എവിടെയും പ്രാവർത്തികമായില്ല. കമ്മ്യൂണിസം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് റഷ്യയിലും ചൈനയിലും ഒക്കെ നടന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളൊക്കെ നടന്നു. പക്ഷെ ആ ശ്രമങ്ങൾ അതൊന്നും തന്നെ പ്രാവർത്തികമായില്ല എന്ന് നമുക്ക് പിന്നീടുള്ള കാലം, ആ കാലം തെളിയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ആശയം, ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു ആശയം, ആ ആശയം കൊണ്ട് മാത്രം കാര്യമില്ല, ആ ആശയം പ്രാവർത്തികമാകുന്നതായിരിക്കണം. ആ ആശയം ഏതെങ്കിലും നാട്ടിലെ ജനങ്ങൾക്ക്, ആ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് റഷ്യ ഇന്നില്ല, കമ്മ്യൂണിസ്റ്റ് ചൈന ഇന്നില്ല. ചൈന കമ്മ്യൂണിസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുതലാളിത്തത്തെ അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ അടക്കമുള്ള ലോകത്തിലെ വലിയ കമ്പനികൾ, വലിയ രാജ്യങ്ങളിലൊക്കെയുള്ള ഏറ്റവും വലിയ കമ്പനി ഹുവൈ എന്ന് പറയുന്ന കമ്പനി ചൈനീസ് കമ്പനിയാണ്. ചൈനയിൽ സർക്കാരിന്റെ കമ്പനി അല്ലാതെ എങ്ങനെ ചൈനക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സ്വകാര്യ മൂലധനം ഉണ്ടാകും? സ്വകാര്യ മൂലധനത്തെ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കമ്മ്യൂണിസം തള്ളിക്കളഞ്ഞ സ്വകാര്യ മൂലധനം എന്നുള്ള ആശയം, ആ ആശയത്തെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് ചൈന അടക്കമെത്തി. മറ്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ, ആ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ കമ്മ്യൂണിസത്തെ തകർത്തെറിഞ്ഞു. പോളണ്ടിലും റുമാനിയയിലും ജർമ്മനിയിലും അങ്ങനെയുള്ള നിരവധി രാജ്യങ്ങളിൽ, ആ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ, കമ്മ്യൂണിസത്തെ തകർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ കോട്ട കൊത്തളങ്ങൾ, കൊട്ടാരങ്ങൾ കയ്യേറി, ആ കയ്യേറിയ ജനങ്ങൾ അവിടെ കണ്ടത്
സർവാധിപതികളായിട്ടുള്ള ഭരണാധികാരികളുടെ കൊട്ടാരങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള ആഡംബരങ്ങളാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ വാസസ്ഥലങ്ങളിൽ, അവരുടെ കൊട്ടാരങ്ങളിൽ, അവരുടെ വീടുകളിൽ എന്ന് പറയാവുന്ന സ്ഥലങ്ങളിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം അപ്രായോഗികമായിട്ടുള്ള ഒരു ആശയമാണ് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു. കമ്മ്യൂണിസം എന്നുള്ളത് ഇന്ന് പേരിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം അവരൊരു കാലത്ത് പറഞ്ഞിരുന്ന സ്വകാര്യ മേഖല, ആ സ്വകാര്യ മേഖലയെ സമ്പൂർണമായിട്ട് ഇന്ന് സ്വാഗതം ചെയ്യുന്ന സ്ഥിതിയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ധാരാളം ബോർഡുകൾ കൂത്തുപറമ്പിലെ പുഷ്പന്റെ ബോർഡുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് യുവജന സംഘടനയുടെയും ഒക്കെ ധാരാളം ബോർഡുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാ പുഷ്പൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷിയായത്? സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കാനുള്ള തീരുമാനത്തിനെതിരായിട്ട്, സ്വകാര്യ മേഖലയിൽ സ്വാശ്രയ കോളേജുകൾ അനുവദിക്കാനുള്ള തീരുമാനത്തിനെതിരായിട്ട് അന്ന് CPM-ന്റെ യുവജന സംഘടന നടത്തിയ സമരം, ആ സമരത്തിന് നേരെ UDF സർക്കാർ നടത്തിയ വെടിവെപ്പിന്റെ ഫലമായിട്ടാണ് അന്ന് 5 ചെറുപ്പക്കാർ കൂത്തുപറമ്പിൽ ജീവൻ നഷ്ടപ്പെട്ടത്. പക്ഷേ ഇന്ന് അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുഷ്പനെ രക്തസാക്ഷിയാക്കിയിട്ട് ബോർഡുകളിൽ മുഴുവൻ അവതരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ ഇന്ന് നാട് മുഴുവൻ സ്വകാര്യ കോളേജുകളാ. ആ സ്വകാര്യ കോളേജുകൾക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പേരുകളാണ്. കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോ കോഴിക്കോട്ട് ഒരു സ്വകാര്യ കോളേജ്, ദാസൻ മെമ്മോറിയൽ എഞ്ചിനീയറിംഗ് കോളേജ്, M. ദാസൻ. ആരായിരുന്നു M. ദാസൻ? M. ദാസൻ DYFIയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേരിലാണ് സ്വകാര്യ മേഖലയിൽ കോളേജുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസം എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള ആശയമാണ്, കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയേണ്ട ആശയമാണ് എന്ന് ലോകം മാത്രമല്ല കേരളത്തിൽ അടക്കമുള്ള CPM, ആ CPM വിധിയെഴുതി കമ്മ്യൂണിസത്തെ കുഴിച്ചുമൂടിയ ആളുകൾ. നമുക്ക് കുറച്ചു കാലം മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, TP ശ്രീനിവാസൻ, നമ്മുടെ ലോകപ്രശസ്തനായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്ന നയതന്ത്രജ്ഞൻ, IFS ഓഫീസർ ആയിരുന്ന വ്യക്തി, അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കോവളത്ത് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ സർവകലാശാലകൾ ഉണ്ടാക്കുന്നതിന്റെ ആശയം ചർച്ച ചെയ്യാൻ വേണ്ടി ആരോ സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടയിലാണ് കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി സംഘടനയുടെ ആളുകൾ അദ്ദേഹത്തെ വളഞ്ഞ് തലക്കടിച്ചു വീഴ്ത്തിയത്. പക്ഷേ ഇപ്പൊ എന്താ, സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാക്കാൻ പിണറായി സർക്കാർ പരവതാനി വിരിച്ച് ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് രാവിലെ കൊല്ലത്ത് പോയപ്പോ കൊല്ലത്തെ ഒരു കോളേജുകാർ പറഞ്ഞു, ഞങ്ങൾ സ്വകാര്യ സർവകലാശാല ഉണ്ടാക്കാൻ പോവുകയാണ്. പിണറായി സർക്കാർ അതിനുള്ള അനുമതി തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്രായോഗികമായിട്ടുള്ള ആശയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ തൽക്കാലത്തേക്ക് ഭ്രമിപ്പിച്ചുകൊണ്ട്, തൽക്കാലത്തേക്ക് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് ഒരു തലമുറയെ വഴിതെറ്റിച്ച ആളുകൾ. അതാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സുരേഷ് ഗോപി പറഞ്ഞു, ആലപ്പുഴയുടെ ദുരവസ്ഥക്ക് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. കയറിന്റെ വലിയ കേന്ദ്രമായിരുന്നു ആലപ്പുഴ. ഇന്ന് ആലപ്പുഴയിലെ കയർ എവിടെ? കേരളം കയർ വ്യവസായത്തിന്റെ വലിയ കേന്ദ്രമായിരുന്നു, കശുവണ്ടി വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നു. ഞാൻ ഇന്ന് കൊല്ലത്തായിരുന്നു. ഇന്ന് പകൽ മുഴുവൻ, ഈ വൈകുന്നേരമാണ് ഞാൻ തിരിച്ചെത്തിയത്. കശുവണ്ടി വ്യവസായങ്ങൾ കൊല്ലത്തില്ലാതായി, കയർ വ്യവസായങ്ങൾ ആലപ്പുഴയിൽ നാമമാത്രമായി. കേന്ദ്ര സർക്കാർ നൽകുന്ന റിബേറ്റ് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ് കയർ സ്ഥാപനങ്ങൾ മുഴുവൻ. എന്തുകൊണ്ടില്ലാതായി? വ്യവസായങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്ത നിഷേധാത്മകമായിട്ടുള്ള നയം. ഈ നയം, ആ കാലത്തെടുത്ത നയങ്ങൾ ഇന്ന് തിരുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അത് തിരുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ തിരുത്താൻ ശ്രമിക്കുമ്പോ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ അവരെ തിരിഞ്ഞു കുത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസം എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള ആശയമാണ് എന്ന് ഇന്ന് ലോകം തിരിച്ച് വിധിയെഴുതി കഴിഞ്ഞു. ആ കാലഘട്ടത്തിലാണ്, ആ സാഹചര്യത്തിലാണ്
ദീനദയാൽ ഉപാധ്യായ മുന്നോട്ട് വെച്ച ഏകാത്മ മാനവ ദർശനം, അന്ത്യോദയ എന്നുള്ള ആശയം, ആ ആശയം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് 25 കോടി ജനങ്ങൾ, 25 കോടി ജനങ്ങളെ കഴിഞ്ഞ 11 വർഷക്കാലത്തിനിടയിൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കൈപിടിച്ചുയർത്താൻ നരേന്ദ്രമോദി സർക്കാരിന് സാധ്യമായി എന്ന് പറയുമ്പോ അന്ത്യോദയ എന്നുള്ള ആശയം അത് പ്രാവർത്തികമായിട്ടുള്ള ആശയമാണ് എന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ അഴിമതിക്കെതിരായിട്ട് അഴിമതിക്കാരെ വെച്ചുപുറപ്പിക്കാത്ത സമീപനം സ്വീകരിച്ചുകൊണ്ട്, കാരണം ഈ അഴിമതിയാണ് ഈ രാജ്യത്ത് ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാന കാരണം. സുതാര്യതയില്ലായ്മ, കുടുംബവാഴ്ച, അഴിമതി, ഈ അഴിമതിയാണ് ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാന കാരണം. നമ്മൾ കണ്ടു, കഴിഞ്ഞ മോദി സർക്കാർ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപുള്ള 10 കൊല്ലക്കാലം ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ പകുതി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയ ആളുകളായിരുന്നു കോൺഗ്രസുകാർ. എത്ര മന്ത്രിമാർക്ക് രാജിവെച്ച് അവസാനം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടി വന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിൽ ഈ നാടിന്റെ സമ്പത്ത്, ആ സമ്പത്ത് ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയാണ്, ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ 56 കോടി ജനങ്ങൾക്ക് ജീവിതത്തിൽ ഇന്ന് വരെ ബാങ്കുകളുടെ വരാന്തയിൽ പോലും കയറാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന, അവസരമില്ലാതിരുന്ന 56 കോടി ആളുകൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ടായത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ്. അതാണ് അഴിമതി ഇല്ലാതാക്കുന്നതിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള മാതൃക. ഈ രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ശ്രീ രാജീവ് ഗാന്ധി, അദ്ദേഹം പറഞ്ഞു, ഞാൻ 100 രൂപ ഡൽഹിയിൽ നിന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും ഗ്രാമത്തിൽ ആർക്കെങ്കിലും വേണ്ടി അയച്ചാൽ അവിടെയുള്ള അതിന് ഗുണഭോക്താവിന് കിട്ടുന്നത് കേവലം 15 രൂപയാണ്. 85 രൂപ വഴിയിൽ വെച്ച് ചോർന്നു പോവുകയാണ് എന്ന് വിലപിച്ച ആളാണ് ശ്രീ രാജീവ് ഗാന്ധി. അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജ്യത്ത് മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പരിശ്രമം. പക്ഷെ പിന്നീട് അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ട് ഈ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇവിടെ നിന്ന് 100 രൂപ അയച്ചാൽ കിട്ടേണ്ട ആൾക്ക് കിട്ടുന്നത് കേവലം 15 രൂപയാണ്. ഇന്ന് ഡൽഹിയിൽ നിന്ന് നരേന്ദ്രമോദി അയക്കുന്ന പണത്തിൽ ഒരു പൈസ പോലും ചോർന്നു പോകാതെ, ഒരാളുടെയും ശുപാർശ ആവശ്യമില്ലാതെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് ആ പണം മുഴുവൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ രാജ്യത്ത് അഴിമതിയും ഈ രാജ്യത്ത് കുടുംബവാഴ്ചയും ഇല്ലാതാക്കാൻ നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ചിട്ടുള്ള നയങ്ങളാണ്. അതുകൊണ്ടാണ് 56 കോടി ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരുന്ന ആളുകൾക്ക് അവർക്ക് ആരുടെയെങ്കിലും ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾക്ക് പകരം ഇന്ന് അവർക്കെല്ലാവർക്കും അവരുടെ അക്കൗണ്ടിലേക്കാണ് പണമെത്തുന്നത്. എത്രയോ സഹോദരിമാർക്ക്, ആ സഹോദരിമാർക്ക് നമ്മുടെ പാചകവാതക കണക്ഷൻ, ആ പാചകവാതക കണക്ഷന്റെ സബ്സിഡി വരുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഗ്യാസ് ഏജൻസിയിൽ പോയി കാത്തു നിൽക്കണ്ട, ഉദ്യോഗസ്ഥന്മാരെ പോയി കാണാൻ നിൽക്കണ്ട, BJP നേതാക്കന്മാര് പോട്ടെ, ഒരു നേതാവിന്റെയും ശുപാർശ കത്തിന്റെ ആവശ്യമില്ല. നേരിട്ട് അർഹമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും, ആ ആനുകൂല്യങ്ങൾ മുഴുവൻ തന്നെ നേരിട്ട് ഗുണഭോക്താവിന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി, ആ പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ രാജ്യം മുഴുവൻ ഈ രീതിയിൽ മുന്നോട്ടേക്ക് കുതിക്കുമ്പോൾ കേരളം ഇപ്പോഴും കിതച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാൻ ഇന്നുവരെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ, ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ വീട് തൊട്ട് ലോക്കൽ സെക്രട്ടറി വരെയുള്ള സർവ്വസ്ഥലങ്ങളിലും അഴിമതി. അതാണ് സ്ഥിതി. കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മുടെ ഇവിടുത്തെ മുട്ടത്തറയിലെ കൗൺസിലർ, ആ മുട്ടത്തറയിലെ കൗൺസിലർ, CPM നേതാവായിട്ടുള്ള കൗൺസിലർ, ആ കൗൺസിലർ അവിടുത്തെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട 12 ലക്ഷം രൂപയിൽ നിന്ന് അതിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ദൃശ്യം അത് എല്ലാ മാധ്യമങ്ങളിലും വന്നു. ഞാൻ ആ കൗൺസിലർ കുറ്റം പറയില്ല. കാരണം ആ കൗൺസിലർ മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ മകളടക്കം മാസപ്പടി വാങ്ങുന്നു.
പിന്നെ ഞാൻ മാത്രം എന്തിനാ വാങ്ങാതിരിക്കുന്നത് എന്ന് ആ പാപം വിചാരിച്ച് പോയി കഴിഞ്ഞാൽ അയാളുടെ കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല. എന്തിനാ കരിമണൽ കമ്പനി ആ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസം തോറും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലക്ഷങ്ങള് മാസപ്പടിയായിട്ട് കൊടുക്കുന്നത്? എന്തിനാണെന്നുള്ളതിന് മുഖ്യമന്ത്രിക്ക് ഇതുവരെ മറുപടി പറയാൻ പറ്റിയിട്ടില്ല. നിയമസഭയിലും പറഞ്ഞിട്ടില്ല, പുറത്തും പറഞ്ഞിട്ടില്ല, നമ്മുടെ ഗോവിന്ദനും പറഞ്ഞിട്ടില്ല. ഇവർക്ക് ആർക്കും അറിയില്ല എന്തിനാണ് മകൾക്ക് മാസപ്പടി കൊടുക്കുന്നത്. അപ്പോ ഒരു പാപം കൗൺസിലർ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വാങ്ങാമെങ്കിൽ എനിക്ക് ചില്ലറ വാങ്ങിക്കൂടെ, എനിക്ക് കുറച്ച് ലക്ഷങ്ങൾ വാങ്ങിക്കൂടെ എന്ന് തോന്നിപ്പോയെങ്കിൽ അത് ആ പാവത്തിന്റെ മാത്രം കുറ്റമാണ്, പാവത്തിന്റെ മാത്രം തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേരളം 1958 കേരളം രൂപീകരിച്ച് 2 വർഷം കഴിയുന്നതിന് മുമ്പേ ആന്ധ്ര അരി കുംഭകോണം തൊട്ട് ഇങ്ങോട്ട് ഓരോ സർക്കാരിലും ഉണ്ടായിട്ടുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത അഴിമതി, ആ അഴിമതിയുടെ മുഖമുദ്രയാണ് ഇന്നും കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജ്യത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു, കേരളം ആ മാറ്റങ്ങളോട് പുറത്തിരിഞ്ഞു നിൽക്കുന്ന സമീപനം, ആ സമീപനമാണ് സ്വീകരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ അതിലെ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യമാണ് സഹകരണ മേഖലയിൽ നടക്കുന്ന വലിയ കൊള്ള. സഹകരണ മേഖലയിൽ നടക്കുന്ന വലിയ കൊള്ള കരുവന്നൂരിൽ 300 കോടിയാണ് വെട്ടിപ്പ് നടത്തിയത്. നമ്മുടെ തിരുവനന്തപുരത്തെ കണ്ടല ബാങ്കില് 57 കോടിയാണ് വെട്ടിപ്പ് നടത്തിയത്. ഈ 300 കോടിയും 57 കോടിയും വെട്ടിപ്പ് നടത്തിയ ആളുകള് ഇപ്പോ നമ്മുടെ വലിയ ശാലയിൽ ഫാം ടൂറിസം സൊസൈറ്റിയുടെ കേന്ദ്രം, ആ വലിയ ശാലയിലുള്ള സൊസൈറ്റിയിലെ 6 കോടി ബാധ്യതയുടെ പേരിലാണ് ഇന്ന് നാട് മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്നത്. BJP നേതാക്കന്മാരുടെ സഹകരണ സംഘങ്ങളിൽ വലിയ കുഴപ്പമാണ്. ആദ്യം ഈ സ്വന്തം കാലിലെ മന്ത്, ആ മന്ത് ചികിത്സിച്ച് ഭേദമാക്കും. 300 കോടിയുടെ വെട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ആ 300 കോടിയുടെ വെട്ടിപ്പ്, ആ വെട്ടിപ്പ് ഇല്ലാത്ത ആളുകളുടെ പേരിൽ വായ്പ എടുത്തിട്ടുള്ള വെട്ടിപ്പ്. ആ 300 കോടിയിൽ നോട്ട് തട്ടിപ്പ്, കള്ളപ്പണ ഇടപാട്, വായ്പയെടുത്തതിന്റെ കമ്മീഷൻ CPM-ന്റെ അക്കൗണ്ടിൽ. ഈ രാജ്യത്ത് ഇന്ന് വരെ ധാരാളം അഴിമതി ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് അഴിമതി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടി അഴിമതി കേസിൽ പ്രതിയാകുന്നത് ആദ്യമായിട്ടാണ്. കരുവന്നൂർ ബാങ്കിന്റെ കേസിൽ CPM എന്ന് പറയുന്ന പാർട്ടിയാണ് പ്രതി. CPM-ന്റെ നേതാക്കന്മാര് മാത്രമല്ല. കാരണം എന്താ? CPM എന്നുള്ള പാർട്ടി തന്നെ അഴിമതി കാണിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നവരുണ്ടായിട്ടില്ല. നമ്മൾ ധാരാളം അഴിമതി, ബൊഫോസ് അഴിമതി, അങ്ങനെയുള്ള നിരവധി അഴിമതികൾ, കൽക്കരി കുംഭകോണം, ഇങ്ങനെയുള്ള നിരവധി കുംഭകോണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോൺഗ്രസ് സർക്കാരുകളുടെ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പാർട്ടി അഴിമതി കാണിക്കുന്ന സാഹചര്യം, ആ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന സാഹചര്യം, എന്നിട്ട് അന്വേഷണം നടത്താൻ ശ്രമിച്ചപ്പോ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമടക്കം CPM-ഉം ഈ കേരളം ഭരിക്കുന്ന സർക്കാരും നടത്തി. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് വലിയ ശാലയിലെ സഹകരണ സംഘത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. ഞങ്ങൾ ഏതായാലും അന്വേഷണം തടസ്സപ്പെടുത്താൻ വന്നിട്ടില്ല, ഞങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുമില്ല. 300 കോടിയുടെ വെട്ടിപ്പ് നടത്തിയ ആളുകൾ, തിരുമല അനിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ആർക്കും വായ്പ എടുത്തു കൊടുത്തിട്ടില്ല. അദ്ദേഹം നിയമവിരുദ്ധമായിട്ട് ക്രമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടി ഓഫീസിൽ നിന്നുള്ള കത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും അദ്ദേഹം വായ്പ കൊടുത്തിട്ടില്ല. ഇന്നിപ്പോ പറയുന്നത് BJP-യുടെ സംസ്ഥാന നേതാവ് വായ്പ എടുത്തിട്ടുണ്ടെന്നാണ്. BJP-യുടെ സംസ്ഥാന നേതാവിന് വായ്പ എടുക്കാൻ അധികാരം. BJP-യുടെ സംസ്ഥാന നേതാവായി എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് വായ്പ എടുക്കാനുള്ള അധികാരം എങ്ങനെ ഇല്ലാതാവുന്നു? ക്രമവിരുദ്ധമായിട്ട് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ നടപടികൾ എടുക്കാം. കരുവന്നൂരിലും കണ്ടലയിലും നടന്നത് അതാണ്. മാത്രമല്ല, കരുവന്നൂരിലും കണ്ടലയിലും അവിടുത്തെ ആളുകൾ ധാരാളം പേർ പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു.
കണ്ടലയിൽ പരാതി കൊടുത്ത ആളുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികരണമില്ലാതിരുന്നപ്പോ എന്നെ കാണാൻ വന്നു. ഒരു 35-40 പേര് എന്നെ കാണാൻ വന്നു. ഈ പരാതി കിട്ടിയിട്ട് അവിടുത്തെ പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല. അവിടുത്തെ ബാങ്ക് പ്രസിഡന്റിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടില്ല. ഇവിടെ 6 കോടിയുടെ ബാധ്യത, 6 കോടിയുടെ തട്ടിപ്പല്ല. അവിടെ നടന്നത് 300 കോടിയുടെ വെട്ടിപ്പ്, 57 കോടിയുടെ വെട്ടിപ്പ്. ഇവിടെ 6 കോടിയുടെ ബാധ്യതയുണ്ട്. കാരണം വായ്പ എടുത്ത ആളുകൾക്ക് ആ വായ്പ തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് അവരുടെ പണം കൊടുക്കാൻ താമസം നേരിട്ടു. അതൊരു ബാധ്യതയാണ്. എല്ലാ ബാങ്കുകളിലും ബാധ്യതകൾ ഉണ്ടാവാറ്. ആ ബാധ്യതയുടെ പേരിൽ പ്രസിഡന്റിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഈ കൈക്കൂലി വാങ്ങിയ മുട്ടത്തറയിലെ കൗൺസിലറുടെ കൈക്കൂലിയുടെ പേരിൽ CPM നേരിട്ട് കൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള CPM-നെതിരായിട്ടുള്ള ജനരോഷം, ആ ജനരോഷത്തെ മറിച്ച് വെക്കാൻ, അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. CPM എന്ന് പറയുന്ന പാർട്ടി എങ്ങനെ ഈ തരത്തിൽ സമ്പത്തുണ്ടാക്കി എന്നുള്ളത് ഞാൻ എന്റെ ആരോപണമൊന്നും നോക്കട്ടെ. നിങ്ങൾ CPM-ന്റെ DYFI നേതാവായിട്ടുള്ള തൃശൂർക്കാരൻ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടല്ലോ. കപ്പലണ്ടി കച്ചവടക്കാരൻ എങ്ങനെ കോടികളുടെ ആസ്തി ഉണ്ടാക്കി. കപ്പലണ്ടി കച്ചവടക്കാര് തൃശ്ശൂരിൽ മാത്രമല്ല, ഈ തിരുവനന്തപുരത്തും ഇഷ്ടംപോലെ കപ്പലണ്ടി കച്ചവടക്കാരുണ്ട്. കപ്പലണ്ടി അല്ലെങ്കിൽ വേറെന്തെങ്കിലും കച്ചവടം നടത്തിയിട്ടുള്ള ആളുകളുണ്ട്. CPM-ന്റെ കൗൺസിലർമാരുടെ ഒക്കെ ആസ്തി ഒന്ന് പരിശോധിച്ചാൽ അവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആസ്തി, അവരുടെ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന കാലത്ത് അവർക്ക് എന്ത് സ്വത്തുണ്ടായിരുന്നു, എന്ത് സമ്പത്തുണ്ടായിരുന്നു, ഇന്ന് എത്ര സ്വത്തുണ്ട് എന്നുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിശദീകരിക്കാൻ പറ്റുമോ? ഈ രീതിയിൽ അഴിമതിക്കാരായിട്ട് മാറിയിട്ടുള്ള ഒരു പാർട്ടി, അങ്ങനെ ഒരു പാർട്ടി, ആ പാർട്ടി അതിനു വേണ്ടിയിട്ട് ആ അഴിമതി ഭരണത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് പോലീസിനെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. പോലീസിലെ പുഴുക്കുത്തുകൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട്, ആ പോലീസിലെ പുഴുക്കുത്തുകൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് അവരെ കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരുടെ, പണമുള്ളവന് മാത്രം നീതി ലഭ്യമാകുന്ന സാഹചര്യം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പേരൂർക്കടയിൽ SAP ക്യാമ്പിൽ, ആ ക്യാമ്പിൽ പോലീസ് ട്രെയിനിങ് കോളേജിൽ ആത്മഹത്യ ചെയ്തതോ മരിച്ച നിലയിൽ കാണപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, വിദുരക്കാരനായിട്ടുള്ള ആദിവാസിയായിട്ടുള്ള ഒരു യുവാവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. 2 മുറിയുള്ള വീട്. അമ്മ തയ്യൽ തൊഴിലാളിയാണ്. വീട്ടിൽ തയ്യൽ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മകനെ പഠിപ്പിച്ചത്. ഉടമലക്കൽ സ്കൂളിലും ചെമ്പഴന്തി കോളേജിലും ഒക്കെ പഠിച്ച് PSC പരീക്ഷകൾക്ക് ഒരു കോച്ചിങ്ങിനും പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് PSC പരീക്ഷ പാസ്സായി പോലീസ് ട്രെയിനിങ്ങിന് പോയ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ചെറുപ്പക്കാരൻ ഓണം കഴിഞ്ഞ് പോയപ്പോഴും അമ്മയോട് പറഞ്ഞത്, അമ്മ തയ്യൽ പണി എടുക്കുന്നത് അവസാനിപ്പിക്കണം, ഞാൻ അമ്മയെ നോക്കിക്കൊള്ളാം, എന്റെ ശമ്പളം കൊണ്ട് ഞാൻ അമ്മയെ നോക്കിക്കൊള്ളാം. അമ്മ ജീവിതകാലം മുഴുവൻ തയ്യൽ പണിയെടുത്ത് ഞങ്ങളെ പഠിപ്പിച്ചു, എന്നെയും ജ്യേഷ്ഠനെയും. ഇനി അമ്മ പ്രായമായി, ഇനി അമ്മ ഈ തയ്യൽ പണി അവസാനിപ്പിക്കണം, ഞാൻ അമ്മയെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വിഷാദ രോഗം കാരണം മരണപ്പെട്ടു. അത് കാരണം ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോ അദ്ദേഹം ജാതീയ അടിസ്ഥാനത്തിലുള്ള ജാതീയമായിട്ടുള്ള അധിക്ഷേപം അടക്കം നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, ആ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറയുന്നത്. നമ്മുടെ ഈ പേരൂർക്കടയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന് പറയുന്ന വീട്ടുജോലിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, ദളിത് യുവതി, ആ യുവതിയെ അവര് ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ കാണാതെ പോയ മാലയുടെ മോഷണക്കുറ്റം അവരുടെ തലയിൽ ചാർത്തിക്കൊണ്ട് പോലീസ് 24 മണിക്കൂർ ചോദ്യം ചെയ്ത് ദാഹിച്ച് പച്ചവെള്ളം ചോദിച്ചപ്പോ കക്കൂസിൽ പോയിട്ട് വെള്ളം കുടിച്ചോളാൻ പറഞ്ഞ പോലീസ് സേമാന്മാരുള്ള നാടാണ് നമ്മുടെ നാട്. അങ്ങനെയുള്ള പുഴുക്കുത്തുകൾ പോലീസ് സേനയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. CPM-ന്റെ അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരും പോലീസിലെ ഈ പുഴുക്കുത്തുകളായിട്ടുള്ള
പോലീസിലെ പുഴുക്കുത്തുകളും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവം, ആ ബാന്ധവമാണ് ഇങ്ങനെയുള്ള ആളുകളെ നിലനിർത്തുന്നത്. അതില് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിശക്തമായിട്ടുള്ള രോഷം, ആ രോഷം ഇന്ന് ജനങ്ങളുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രോഷം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. അതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത്. ആഗോള അയ്യപ്പ സംഗമം നടന്നു, ഇനിയിപ്പോ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നാട്ടിൽ ജനങ്ങൾക്കറിയാം ആരാണ് അയ്യപ്പനോടൊപ്പം ഉള്ളത്, അയ്യപ്പനോട് നീതി പുലർത്തുന്ന ആളുകൾ ആരാണ്, അയ്യപ്പന്റെ ആരാധകർ വിശ്വാസികൾ ആരാണ് എന്ന്. അതുകൊണ്ട് അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആളുണ്ടായി. കാരണം മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആളില്ലെങ്കിൽ പിന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം വലിയ പ്രശ്നമാണ്. നമ്മൾ ഇഷ്ടംപോലെ വീഡിയോ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ആളില്ലെങ്കിൽ സർവ്വ ഉദ്യോഗസ്ഥന്മാരും അത് കഴിഞ്ഞിട്ട് പിന്നെ മൂക്ക് കൊണ്ട് ക്ഷ വരക്കേണ്ടി വരും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ആളുണ്ടായി, മുഖ്യമന്ത്രി പുറത്തിറങ്ങി, പിന്നെ കസേര മുഴുവൻ കാലി. ആ കസേര, ആ സംഗമത്തെ കുറിച്ച് അതുകൊണ്ടാണ് പറഞ്ഞത് അത് AI സംഘമായിരുന്നു, ആളില്ല സംഘം. ശബരിമലയുടെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പിന്നീടുള്ള സെഷനൊക്കെ നടന്നതെന്നാണ് പറയുന്നത്. ആ ചർച്ചകളിൽ പങ്കെടുക്കാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. കാരണം ഇവരാരും ശബരിമലയുടെ വികസനം നടപ്പിലാക്കാൻ പോകുന്നവരല്ല എന്ന് അവിടെ കൂടി എല്ലാവർക്കും അറിയാമായിരുന്നു. ആരുടെയൊക്കെയോ ശുപാർശയിൽ, ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്ത് അവരെല്ലാവരും തിരിച്ചുപോയി. അതുകൊണ്ട് അവിടെ ഉണ്ടാക്കിയ ഉച്ചഭക്ഷണത്തിന്റെ സദ്യയും പ്രഭാത ഭക്ഷണത്തിന്റെ ഭക്ഷണവും വൈകുന്നേരത്തെ അടക്കം 1/2 കോടി രൂപയുടെ ഭക്ഷണം അവസാനം കൊണ്ടുപോയി മാലിന്യ പ്ലാന്റിൽ തട്ടേണ്ടി വന്നു. കാരണം കഴിക്കാനാണില്ല. പന്തളത്ത് വിശ്വാസി സംഗമം നടന്നപ്പോ അവിടെ ഇങ്ങനെയുള്ള യാതൊന്നും ആയിരുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശ്വാസികൾ ആ സംഗമത്തിൽ പങ്കെടുത്തു. മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ടോ? നമ്മൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, ആ നിലപാട് എന്താ? വിശ്വാസികളോടൊപ്പമാണോ? ശബരിമലയിൽ ആചാര ലംഘനത്തിന് കുടപിടിച്ച ആളുകളാണ് 7 കോടി രൂപ ചെലവിട്ടുകൊണ്ട് അവിടെ അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള ഹൈക്കോടതി ചോദ്യത്തിന് പോലും മറുപടി പറയാൻ, തൃപ്തികരമായിട്ടുള്ള മറുപടി പറയാൻ പിണറായി വിജയന്റെ സർക്കാരിന് സാധിച്ചില്ല. 9 വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന സർക്കാർ ശബരിമല മാസ്റ്റർ പ്ലാന്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഞാൻ ആത്മവിശ്വാസത്തോടുകൂടി, ഞാൻ ആരെങ്കിലും വെറുതെ പറയുകയല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ, 9 വർഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ ആ മാസ്റ്റർ പ്ലാൻ ഭാരതീയ ജനതാ പാർട്ടി ശബരിമലയിൽ നടപ്പിലാക്കിയത്. ഞാനിത് വെറുതെ പറയുന്നതല്ല. കാരണം നമ്മൾ ചെയ്ത് കാണിച്ചു. അയോധ്യയിൽ, കാശിയിൽ, ചാർധാമിൽ, ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും. കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി 2019 തറക്കല്ലിട്ടത്. 2021 ഭക്തർക്ക് തുറന്നു കൊടുത്തു. അവിടെ ശബരിമലയുടെ അതേ പ്രശ്നം ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട സാഹചര്യം, സ്ഥലപരിമിതിയുടെ, ജനസാന്ദ്രതയുടെ അങ്ങനെയുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ടിറങ്ങി ജനങ്ങളുമായിട്ട് അദ്ദേഹം സംവദിച്ചു, ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അങ്ങനെ കുടിയൊഴിപ്പിക്കേണ്ട ആളുകൾക്ക് പകരം ഭൂമി നൽകി. അതുകൊണ്ട് നമ്മുടെ വാസവൻ മന്ത്രി ഈ ശബരിമലയിൽ ആഗോള സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചല്ലോ. യോഗി ആദിത്യനാഥ് ആശംസ നേർന്ന കത്ത്. വാസവൻ മന്ത്രിയുടെ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും അംഗീകരിക്കണം, അദ്ദേഹം ചിലപ്പോഴൊക്കെ ഒരു സത്യം പറയും. കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവേ ഇല്ലാത്തൊരു സ്വഭാവമാണ്, പക്ഷെ അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ സത്യം പറയും. അദ്ദേഹം ഒരു സത്യം ഇവിടെ നമ്മുടെ വിഴിഞ്ഞത്ത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദാനി നമ്മുടെ പങ്കാളിയാണ്.
അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പങ്കാളിയാണ് അദാനി, പാർട്ട്ണറാണ് എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, സത്യം പറഞ്ഞ മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു നല്ല കാര്യമാണ് നമ്മുടെ മന്ത്രി പറഞ്ഞത്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ വലിയ കുത്തക മുതലാളി പങ്കാളിയാണ് എന്ന് പറയുന്നതിന്റെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞു, ഈ വാസവൻ മന്ത്രി ഇതേപോലെ ശബരിമലയിൽ യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹം യോഗിയുടെ സന്ദേശം മാത്രം വായിച്ച പോരാ, പകരം അദ്ദേഹത്തെ നേരിട്ട് കാണണം. കണ്ടിട്ട് ശബരിമലയിൽ എങ്ങനെയാണ് വികസനം നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിന്റെ ഉപദേശം തേടണം. കാരണം അദ്ദേഹം അയോധ്യയിൽ പോയിട്ട് അയോധ്യയിൽ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് യോഗിയെ നേരിട്ട് കാണണം, അയോധ്യയിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കണം. അതനുസരിച്ച് എങ്ങനെയാണ് ഉത്തർപ്രദേശ് സർക്കാർ ഈ വികസനം നടപ്പിലാക്കിയത്, എങ്ങനെയാണ് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് സർക്കാർ ഉജ്ജയിനിൽ എങ്ങനെയാണ് വികസനം നടപ്പിലാക്കിയത്, ഉജ്ജയിനിലെ മഹാകാൽ ലോകിൽ എങ്ങനെയാണ് വികസനം നടപ്പിലാക്കിയത് എന്ന് കാണണം. ഉജ്ജയിനിൽ 850 കോടി രൂപയുടെ ചെലവാണ് അവിടുത്തെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് കണക്കാക്കുന്നത്. ഇപ്പോ കഷ്ടിച്ച് 1.5 കോടിയോളം വരുന്ന സന്ദർശകർ അവിടെ ഇരട്ടിയാകും ഈ പണിയൊക്കെ പൂർത്തിയാകുമ്പോൾ എന്നുള്ളതാണ് കണക്കാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിച്ചു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പശ്ചാത്തലം. ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാനായിട്ട് ഈ രാജ്യത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ളതും ഇപ്പോഴെടുത്തുകൊണ്ടിരിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയുമില്ല. 500 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം, 500 വർഷമാണ് കാത്തിരുന്നത് അയോധ്യയിൽ. ആ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയർന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ കള്ളക്കഥ മുഴുവൻ പൊളിച്ചുകൊണ്ട് ശ്രീരാമദേവന്റെ ഭൂമി തിരിച്ചുപിടിച്ചത്, തിരിച്ചുപിടിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിശ്രമത്തിന്റെ ഫലമാണ്. താൻ ഭക്തനാണ്, താൻ വിശ്വാസിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി. അതുകൊണ്ട് ഭാരതീയ പാരമ്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ച് അഭിമാനിക്കുന്ന ഒരു നേതാവ്, അയോധ്യ മുതൽ ശബരിമല വരെ ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടി നിലപാടെടുത്തതും ഇനി എടുക്കാൻ പോകുന്നതും ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ശബരിമലയിൽ ആചാര സംരക്ഷണം എന്തിന്, ആ ആചാര സംരക്ഷണത്തിന് വേണ്ടി പോലീസിന്റെ അടികൊണ്ടത്, കേസുകളിൽപ്പെട്ടത് ഭാരതീയ ജനതാ പാർട്ടിക്കല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകളില്ല. അത് ചരിത്ര സത്യമാണ്. ഞാനിത് പറയാൻ കാരണം, ദീനദയാൽ ഉപാധ്യായ മുന്നോട്ട് വെച്ച ഏകാത്മ മാനവ ദർശനം കേവലം ഭൗതിക പുരോഗതിയിലൂടെ, ഭൗതികമായിട്ടുള്ള സുഖത്തിലൂടെ മനുഷ്യൻ സംതൃപ്തനാകില്ല. പകരം മനുഷ്യൻ ശരീരവും ബുദ്ധിയും മനസ്സും ആത്മാവും എല്ലാം ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണങ്ങൾ, അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിന്റെ കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങൾ സംരക്ഷിക്കാനും ആ സ്ഥലങ്ങൾ പുനർനിർമ്മിക്കാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരുകൾ മുൻകൈയെടുത്തത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ നിലപാട് ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ, ആ സർക്കാർ ദീനദയാൽ ഉപാധ്യായയുടെ ഏകാത്മ മാനവ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇതേ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും എന്നുകൂടി ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.